ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ റെസിപ്പി കോർണർ. അപ്പോൾ ഇന്ന് എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ടേസ്റ്റി ആയ ടീ കേക്ക് ആണ് കേട്ടോ. അപ്പോൾ ഇതൊരു കോക്കനട്ട് ടീ കേക്ക് ആണ്. സൂപ്പർ ടേസ്റ്റ് ആണ്. അതുപോലെ തന്നെ ബട്ടർ ഒന്നും ഇല്ലാതെ തന്നെ നല്ല സോഫ്റ്റ് ആയ, അതിലുപരി നല്ല കിഡിലും ടേസ്റ്റ് ഉള്ള ടീ കേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ബട്ടറോ ഓവനോ ഒന്നും വേണ്ട, നല്ല യമ്മി ടേസ്റ്റി കോക്കനട്ട് കേക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പം നമുക്ക് കേക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഈ കേക്കിനായിട്ട് ഇതൊരു കോക്കനട്ട് കേക്ക് ആയതുകൊണ്ട് തന്നെ ആദ്യം ആവശ്യമായ നാളികേരം ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പം ഞാൻ ആദ്യം പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് 1.5 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അപ്പം നെയ്യ് ഒന്നങ്ങ് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 1/4 കപ്പ് നാളികേരം ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് വറുത്തെടുത്താൽ മതി. അപ്പോൾ ഇത് ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കണം. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഇത്രയും മതി. ഇനി ഇത് നന്നായി ഒന്ന് തണുക്കട്ടെ. അപ്പോൾ നമുക്ക് ഈ സമയത്ത് കേക്കിന് ആവശ്യമായ ബാക്കി സാധനങ്ങളൊന്നും റെഡിയാക്കി എടുക്കാം. അപ്പോൾ ആദ്യം കേക്കിന് ആവശ്യമായ ഡ്രൈ ഇൻഗ്രീഡിയൻ്റ് ഒന്നങ്ങ് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ ഇത് 1 കപ്പ് മൈദപ്പൊടി ഞാനൊരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ ഉപ്പ്, ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. ഇനി ഇങ്ങനെ മിക്സ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ 2-3 തവണ ഒന്നങ്ങ് അരിച്ചെടുത്താലും മതിയേ. അപ്പോൾ ഇപ്പോൾ കേക്കിന് ആവശ്യമായ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം ഒരു മിക്സർ ജാറിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ആദ്യം ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ അടിച്ചു പതപ്പിക്കണേ. അപ്പോൾ ഇതിലേക്ക് ഒരു 1/4 കപ്പിനേക്കാൾ കുറച്ചുകൂടി കൂടുതൽ പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇനി ഇത് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഇത് അടിച്ചെടുക്കുമ്പോൾ പഞ്ചസാര ഫുള്ളായിട്ട് അലിയണമെന്നില്ല കേട്ടോ. അപ്പോൾ ഈ പഞ്ചസാരയും ചേർത്ത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഫ്ലേവറിന് ആവശ്യമായ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 1.5 ടേബിൾ സ്പൂൺ വാനില എസൻസ് ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ. അപ്പോൾ നിങ്ങൾക്ക് വെജിറ്റബിൾ ഓയിൽ ഏത് വേണമെങ്കിലും ചേർക്കാമേ, ഫ്ലേവറുള്ള ഓയിൽ ഒഴിവാക്കണം. ഇനി ഇതും കൂടി ഒന്നങ്ങ് അടിച്ചെടുക്കാം. അപ്പോൾ ഒരുപാട് നേരം അടിക്കണ്ട, ഒരു ലോ സ്പീഡിൽ ഒരു 10 സെക്കൻഡ് അടിച്ചെടുത്താൽ മതി. അപ്പോൾ ജസ്റ്റ് ഒന്നങ്ങ് ബ്ലെൻഡ് ആകണം, അതിന് വേണ്ടിയിട്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ച മാവ് കുറേശ്ശെയായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുറച്ച് കട്ടിയായിട്ടാണ് നമ്മുടെ ബാറ്റർ ഉണ്ടാകുക കേട്ടോ. ഇനി ഇതിലേക്ക് പാലൊന്നും ഞാൻ ചേർക്കുന്നില്ല. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ച ആ തേങ്ങാക്കൂട്ടുകൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതുകൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ടീ കേക്ക് റെഡിയാക്കുമ്പോൾ ബാറ്റർ കട്ടിയായിട്ട് തന്നെയാണ് വേണ്ടത്. നമ്മുടെ സ്പഞ്ച് കേക്കിന്റെ ആ ഒരു കൺസിസ്റ്റൻസി അല്ല കേട്ടോ. ഇനി ഈ ബാറ്ററിന്റെ കൺസിസ്റ്റൻസി ഇത് ഇങ്ങനെയാണ് വേണ്ടത്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ച കേക്ക് ടിന്നിലേക്ക് മാറ്റാം. അപ്പോൾ ഇത് കേക്ക് ടിന്നിന്റെ താഴ്വശം കുറച്ച് എണ്ണയൊക്കെ തടവി ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എണ്ണ തടവിയതിനു ശേഷം മൈദപ്പൊടി ഒന്നങ്ങ് ജസ്റ്റ് ഇട്ട് തട്ടിയെടുത്താലും മതി കേട്ടോ. ഇനി ഇതിലേക്ക് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്യാം. നമ്മുടെ എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്നങ്ങ് കളയാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതൊന്നങ്ങ് ബേക്ക് ചെയ്തെടുക്കണം.
അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനൊരു കുക്കറാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പൊ കുക്കറിന്റെ വിസിൽ മാറ്റിയിട്ട് ഒരു 7 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് പ്രീ ഹീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് താഴെ ഇതുപോലെ ഒരു റിങ്ങോ സ്റ്റാൻഡോ ഒക്കെ വെച്ച് വേണം കുക്കറിൽ പ്രീ ഹീറ്റ് ചെയ്യാനേ. ഇനി നമുക്ക് ഈ കേക്കിന് ഉള്ളിൽ വെച്ച് കൊടുക്കാം. ഇനി ആദ്യം ഒരു 4 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കണേ. ഒരു 4 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഫ്ലെയിം ലോ ആക്കി വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം. അപ്പൊ ഇത് ഇപ്പോൾ കറക്റ്റ് ഒരു 35 മിനിറ്റ് ആയപ്പോ എന്റെ കുക്കറിലെ കേക്ക് ഇതേ കറക്റ്റ് ആയിട്ട് ബേക്ക് ആയി വന്നിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മുടെ കേക്ക് കറക്റ്റ് ആയിട്ട് ബേക്ക് ആയിട്ടുണ്ട്. അടിഭാഗം കണ്ടോ, ഒട്ടും തന്നെ കരിഞ്ഞിട്ടില്ല. ഇനി ഇത് നന്നായിട്ടൊന്ന് തണുത്തിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പൊ ഇതേ ഞാൻ നമ്മുടെ കേക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേ കണ്ടോ, കറക്റ്റ് നമ്മുടെ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ആ ഒരു ടീ കേക്കിന്റെ അതേ കൺസിസ്റ്റൻസി ആണ്. അപ്പൊ അതിനേക്കാൾ ടേസ്റ്റി ആണെന്ന് തന്നെ പറയാം. അപ്പൊ ഇടയ്ക്ക് നമ്മൾ നേരത്തെ നെയ്യിൽ വറുത്തെടുത്ത നാളികേരവും പഞ്ചസാരയും ഒക്കെ കടിക്കാൻ കിട്ടുന്നുണ്ട്. സൂപ്പർ യമ്മി ടേസ്റ്റിയാണ്. അപ്പൊ ഉറപ്പായിട്ട് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ ഒരിക്കലും ഫെയിൽ ആവില്ല കേട്ടോ, ഷുവർ ആണ്. ഇതേ അളവിൽ ഇതേ രീതിയിൽ ചെയ്താൽ മതി. നല്ല ടേസ്റ്റി കോക്കനട്ട് കേക്ക് നിങ്ങൾക്ക് കിച്ചണിൽ റെഡിയാക്കി എടുക്കാം. അപ്പൊ എല്ലാവരും ഉറപ്പായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്നങ്ങ് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പൊ ഇതുപോലൊരു ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പി ആയിട്ട് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.